ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനൊരു അടിപൊളി ഫേസ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. കാരണം നമ്മുടെ 90s കിഡ് അല്ലെങ്കിൽ 30-40സിലേക്ക് കിടക്കുന്ന ലേഡീസ് മാത്രമല്ല, മെൻസിൻ്റെ മെയിനായിട്ട് അലട്ടുന്ന പ്രോബ്ലമാണ് അവരുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു സൈൻ ഓഫ് ഏജിങ്, അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ വരുന്നു, ഡാർക്ക് സർക്കിൾസ് വരുന്നു, അല്ലെങ്കിൽ ഒരു പിമ്പിൾ വന്നാൽ ആ ഒരു പിമ്പിളിൻ്റെ ഏക്ക് പോകുന്നില്ല. സോ ഡീഹൈഡ്രേറ്റഡ് ആയി നിൽക്കുന്നു, ഒട്ടും തന്നെ ഹൈഡ്രേറ്റഡ് അല്ല സ്കിന്ന്. അത് നമുക്ക് പുറമേ തന്നെ കാണാൻ പറ്റും. ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ വെള്ളം കുടിക്കുന്നവരൊക്കെ കുറവാണ്. കാരണം കുടിക്കുന്നവരുണ്ട്, പക്ഷേ ആ ഒരു നമുക്കൊരു കണക്കുണ്ട്. ആ ഒരു ഇതിൽ നല്ലോണം ഹൈഡ്രേറ്റഡായി നമ്മൾ പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഡെയിലി ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ അതൊന്നും ആരും അങ്ങനെ ഇതായിട്ട് ചെയ്യുന്നവരുണ്ട്. സോ കുറേ പേർക്കൊക്കെ മടിയാണ് ചെയ്യാനൊക്കെ. പിന്നെ കൂടുതൽ നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഒരു ക്ലെൻസ് ചെയ്യണമെന്നോ മോയ്സ്ചറൈസിങ് ഇപ്പോൾ അങ്ങനെ ഇപ്പം വരുന്നുണ്ട് ചെയ്ത്. പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്കൊരു ഫേസ് പാക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫേസ് പാക്ക് എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലർ പോയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളുടെ കിച്ചണിൽ തന്നെ കിട്ടുന്ന ഒരു അത്രയും ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. നമ്മളുടെ എല്ലാവരുടെ കിച്ചണിലും ഉണ്ടാവും ഓട്സിൻ്റെ ഒരു ഫേസ് പാക്കാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അത് ഡബിൾ ഹൈഡ്രേറ്റിംഗ് ഒരു ഫേസ് പാക്കാണ്. സോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഓട്സും കോക്കനട്ട് ഓയിലും വാട്ടറും കൂടിയിട്ടുള്ളൊരു പാക്കാണ്. നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓട്സ്, 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും 2 ടേബിൾ സ്പൂൺ വാട്ടറും കൂടിയിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യണം. സോ നമ്മൾ എന്ത് പാക്ക് ഇടുന്നതിന് മുന്നേയും ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ വെച്ച് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഫേസ് പാക്കിൻ്റെ ആ എഫക്റ്റ് നല്ല പോസിറ്റീവായിട്ട് നമ്മളുടെ സ്കിന്നിലേക്ക് എത്തുള്ളൂ. സോ നമുക്ക് ക്ലെൻസ് ചെയ്യാം. മോർണിംഗ് ആയിട്ട് ഞാൻ ക്ലെൻസറായിട്ട് സെറ്റിഫിലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ടൈമിൽ ഗാർണിയറിൻ്റെ ഈ ഒരു ഫേസ് വാഷ്, വൈറ്റമിൻ സി ഫേസ് വാഷാണ് ഞാൻ വൈകുന്നേരമൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നാലൊക്കെ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് നമുക്ക് മോർണിംഗിൽ സെറ്റഫിൽ യൂസ് ചെയ്തിട്ട് മൈൽഡായിട്ടുള്ള ഒരു ക്ലെൻസർ ആയതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. കുറച്ച് മാത്രം എടുക്കുക. നല്ല രീതിയിൽ റബ് ചെയ്തിട്ട് ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യാം. ഒട്ടും ഫോമിങ് അല്ല ഈ ഒരു സെറ്റഫിലിൻ്റെ ക്ലെൻസർ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല രീതിയിൽ ക്ലെൻസ് ആവുകയും ചെയ്യും. നമുക്കിത് വാഷ് ചെയ്തിട്ട് ഫേസ് പാക്ക് റെഡിയായി. സോ ഇത് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്വേർഡ് ആൻഡ് ഫോർവേഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു വെറ്റ് ഹാൻഡ് വെച്ചിട്ട് മസാജ് ചെയ്യുക. അതിന് ശേഷം വാട്ടർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുക. Could cough out my emotions in a healthy manner and just പാക്ക് ഇട്ടിട്ട് സംസാരിക്കാൻ പാടില്ല. കാരണം അത് നമുക്ക് ഡ്രൈ അപ്പ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൂടിയിട്ട് ഒരു റിങ്കിൾസ് ഒക്കെ വരാൻ വേണ്ടി ഒരു കാരണമാവും. സോ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡ് വെച്ചിട്ടൊന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക.
മസാജ് ചെയ്തിട്ടുണ്ട്. സോ വാഷ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഇതാ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ഒരു ഹൈഡ്രേറ്റഡ് എഫക്റ്റും ഉണ്ട്. കാരണം ഞാൻ എന്ത് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഞാൻ പരീക്ഷിച്ച് അതിൽ നമുക്ക് എഫക്റ്റ് കാണാൻ പറ്റുന്ന മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാറ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൈഡ് എഫക്റ്റ് നമ്മളുടെ സ്കിന്നിൽ വരുന്നില്ല, ഒരു കെമിക്കലൊന്നും ഇല്ലാതെ പ്യുവറായിട്ട് നമ്മളുടെ കിച്ചണിൽ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്യാം. സോ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ഉൾപ്പെടുത്താം. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.